2019 പ്രളയത്തിൽ വീടും ഭൂമിയും നഷ്ടമായ കുടുംബങ്ങൾക്ക് പകരം ഭൂമി നൽകാത്തതിൽ പ്രതിഷേധം. നിലമ്പൂർ പുലിമണ്ട ആദിവാസി നഗറിലുള്ള കുടുംബങ്ങൾ നിലമ്പൂർ സൗത്ത് DFOയെ ഉപരോധിച്ചു. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വനം വകുപ്പ് ഭൂമി നൽകുന്നത് അട്ടിമറിക്കുന്നുവെന്നാണ് ആക്ഷേപമുയരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ മലപ്പുറത്തുനിന്നും ശാന്തകുമാർ വെള്ളാർത്ത് നൽകും. ശാന്തകുമാർ, ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ ഗൗരവം എത്രമാത്രമാണുള്ളത്? അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ? ഇന്ന് അവരുടെ പ്രതിഷേധം എത്തരത്തിലായിരുന്നു? കടുത്ത പ്രതിഷേധം തന്നെയാണ്. 2019 പ്രളയത്തിലാണ് ഈ ആദിവാസി കുടുംബങ്ങൾക്ക് വീടും ഭൂമിയും എല്ലാം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം സർക്കാർ തന്നെ ഇടപെട്ട് ഇവർക്ക് ഭൂമി നൽകുന്നതിനും വീട് നൽകുന്നതിനുമെല്ലാം ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനകത്ത് 40-ലധികം കുടുംബങ്ങളുണ്ട് ഈ പുലിമുണ്ട ആദിവാസി നഗറിൽ. അവിടെ 15 പേർക്ക് മാത്രമാണ് ഭൂമിയുടെ രേഖ നൽകിയത്. ശേഷിക്കുന്ന 20ഓളം പേർക്ക് ഭൂമി നൽകുകയും ചെയ്തു. പക്ഷേ ഈ ഭൂമിക്ക് രേഖകളില്ല. 15 പേർക്ക് മാത്രമേ രേഖയുള്ളൂ. ലഭിച്ച ഭൂമിയിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവർക്കുള്ളത്. മറ്റ് ആനുകൂല്യങ്ങൾ നേടുന്നതിനോ വീട് നിർമ്മാണത്തിനോ മറ്റോ ഒന്നും കഴിയില്ല. ഇതൊരു സർക്കാർ ആണ് ഇതിനുവേണ്ടി ശ്രമം നടത്തി ഈ രേഖകൾ നൽകേണ്ടത്. അതിനകത്ത് DFOയും ഒപ്പം തന്നെ ജില്ലാ കളക്ടറുടെയും എല്ലാം സാന്നിധ്യത്തിൽ അവരെല്ലാവരും ഔദ്യോഗികമായി തീരുമാനമെടുത്തു വേണം ഇത്തരം ഭൂമി അനുവദിച്ച് കിട്ടാൻ. അതാണ് സർക്കാരിന്റെ തീരുമാനം. പക്ഷെ ആ തീരുമാനം നടപ്പാകുന്നില്ല എന്ന് പ്രതിഷേധിച്ചാണ് ഈ നിലമ്പൂർ സൗത്ത് DFOയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ ഈ ഉപരോധം നടത്തിയത്. അവർ ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്. ഒരു വ്യക്തമായ മറുപടി നൽകാൻ DFOയ്ക്കും ഇതിനകത്ത് സാധിച്ചിട്ടില്ല. എന്തായാലും പ്രതിഷേധവുമായി തുടർന്നു പോകാൻ തന്നെയാണ് ഈ പുലിമുണ്ട ആദിവാസി നഗറിലെ കുടുംബങ്ങൾ ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. സംഗീത. ശരി ശാന്തകുമാർ, നിലമ്പൂർ പുലിമുണ്ട ആദിവാസി നഗറിലുള്ള കുടുംബങ്ങളാണ് നിലമ്പൂർ സൗത്ത് DFOയെ ഉപരോധിച്ചിരിക്കുന്നത്. ശാന്തകുമാർ വെള്ളാർത്താണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.